ഇന്ന് ജൂൺ 19 കേരളത്തിലുടനീളം വായനാ ദിനമായി ആചരിച്ചു വരുന്ന ഒരു ദിവസമാണിന്ന്. കേരളത്തിൽ ഗ്രന്ഥശാലകളുടെ പുസ്തകശാലകളുടെ വളർച്ചയ്ക്കും അതുപോലെ സാധാരണക്കാരുടെ സാക്ഷരത വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി അഹോരാത്രം പണിയെടുത്ത PN പണിക്കരുടെ ചരമ ദിനമാണ് ഈ വായനാ ദിനമായി കേരളത്തിൽ ആചരിച്ചു വരുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കുന്നതിന് വായന ഒരു അനിവാര്യ ഘടകമാണ് എന്ന് ഗ്രാമങ്ങൾ തോറും നടന്ന് ആളുകളെ ബോധ്യപ്പെടുത്തിയ ഒരു മഹൽ പ്രതിഭയായിരുന്നു ഈ PN പണിക്കർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ ഇന്ന് കണ്ടുവരുന്ന വായനശാലകൾ ഉണ്ടായി വന്നത്. കാലങ്ങളായി മനുഷ്യർ വായിച്ചിട്ടുണ്ട്. ഭൂമിലോകത്ത് കണ്ടുവരുന്ന പരശതം ജീവജാലങ്ങളിൽ വായന എന്ന് പറയുന്ന കാര്യം നിർവഹിക്കുന്നത് മനുഷ്യർ മാത്രമാണ്. ഈ വായനയിലൂടെയാണ് അസംസ്കൃതരായ മനുഷ്യർ സംസ്കാര സമ്പന്നരായി എന്നും മാറിയിട്ടുള്ളത്. പക്ഷേ കാലം കടന്നു പോയപ്പോൾ ഇപ്പോൾ പുതിയ സംവിധാനങ്ങൾ, സോഷ്യൽ മീഡിയയുടെ കടന്നുവരവ് തുടങ്ങിയ അതുപോലെ നമ്മുടെ സെർച്ച് എഞ്ചിനുകളൊക്കെ വന്നതോടുകൂടി സാധാരണഗതിയിലുള്ള പുസ്തകങ്ങളുടെ വായന കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു പുസ്തകം മനുഷ്യന് നൽകുന്ന ഭാഷാപരമായ അവൻ്റെ കഴിവുകൾ, സാംസ്കാരിക തനിമ, അതുപോലെ സമൂഹത്തെ തിരിച്ചറിയാനുള്ള മനുഷ്യൻ്റെ കഴിവുകൾ, ഇതൊന്നും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന കാര്യങ്ങളല്ല. പുസ്തകങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ശരിയായ കൂട്ടുകാരനായി നിൽക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു വായനാ ദിനത്തോടനുബന്ധിച്ച് നാം എല്ലാവരും ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. എനിക്ക് ഒരു പുസ്തകം വായിക്കണം, ഒരു ദിവസത്തിൽ ഒരു 10 പേജെങ്കിലും ഞാൻ വായിച്ചിരിക്കും എന്ന ഒരു പ്രതിജ്ഞ എല്ലാവരും എടുക്കേണ്ടതാണ്. അതിനുള്ള ഒരു സന്ദർഭമായി, ഒരു സാഹചര്യമായി ഇന്നത്തെ വായനാ ദിനത്തെ എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ ഒരു ദിനത്തിൻ്റെ സന്ദേശമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് മുജീബ് റഹ്മാൻ PV, ഗ്രീൻ വാലി അക്കാഡമിയിലെ അഡ്മിനിസ്ട്രേറ്ററാണ്. റിട്ടയർഡ് അധ്യാപകനാണ്. ഇന്ന് ജൂൺ 19 കേരളത്തിൽ എല്ലായിടത്തും വായനാ ദിനമായി ആചരിക്കുകയാണ്. പുതിയ തലമുറയിൽ വായന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള പോരായ്മകളും വിടവുകളും നമുക്ക് കാണാൻ സാധിക്കും. മൊബൈൽ മീഡിയ, ഫോണുകളും സോഷ്യൽ മീഡിയകളും റീൽസുകളും അരങ്ങു വാഴുന്ന ഈ സമയത്ത് പുസ്തകങ്ങളിൽ നിന്നും കൊഴിഞ്ഞു പോവുക എന്നത് സാധാരണമാണ്. എന്നാൽ പുസ്തകങ്ങൾ നമ്മളെ അറിവ് വർദ്ധിക്കുക മാത്രമല്ല, ജീവിതത്തിൽ ഉൾക്കാഴ്ച ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ സമ്മർദ്ദങ്ങൾ, ടെൻഷൻ, ഇതൊക്കെ ലഘൂകരിക്കാനും വായന അത്യാവശ്യമാണ്. ഞാൻ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാളാണ്. പിന്നെ വായന ഞാനിവിടെ അടുത്ത് വായിച്ച് കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് മാലാഖമാരായിട്ടല്ല മനുഷ്യരായിട്ട് തന്നെ എന്നുള്ള ഒരു പുസ്തകം. അത് ഡോക്ടർ അബ്ദുള്ള മണിമ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് രംഗങ്ങൾക്ക് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാന്യദേഹമാണ് ഡോക്ടർ അബ്ദുള്ള മണിമ. അദ്ദേഹത്തിൻ്റെ മാലാഖമാരായിട്ടല്ല മനുഷ്യരായിട്ട് തന്നെ എന്നുള്ളത് പാലിയേറ്റീവ് കെയറിലൂടെ വളർന്നു വന്ന ഏതാനും ആളുകളുടെ, രോഗികളുടെ, അവിടെ പരിചരിക്കുന്നവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകുന്ന ഒരു കൃതിയാണിത്. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് വായിക്കുകയും അറിയുകയും ആളുടെ പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനും ആ പ്രയാസങ്ങളെ എങ്ങനെ ദൂരീകരിക്കാമെന്നുള്ളതും അശരണർക്കും രോഗികൾക്കും കൂട്ടായിക്കൊണ്ട് വരുന്ന ആളുകളെ മാലാഖമാരായിട്ട് ഇങ്ങനെയുള്ള രോഗികൾ കാണുന്നതുമൊക്കെ തന്നെ അദ്ദേഹം വളരെ സരസമായി വിവരിക്കുന്നുണ്ട്. പത്രങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം.
എന്തുകൊണ്ടും ഈ വായനാ ദിനത്തിൽ ഈ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ മുഹമ്മദ് ബഷീർ ഗ്രീൻ വാലി അക്കാദമിയുടെ മാനേജറായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വായന വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ദിവസവും ഒരു ദിനചര്യയുടെ ഭാഗമായി തന്നെ വായന കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച സിദ്ദീഖുൽ അക്ബർ എന്ന പേരിലുള്ള EN ഇബ്രാഹിം മൗലവി എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഇത് 2ാം തവണയാണ് വായിക്കുന്നത്. വായനയിലൂടെ ഒരുപാട് അറിവുകൾ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. വായിച്ചെങ്കിൽ മാത്രമേ വിജ്ഞാനീയത്തിൻ്റെ പുതിയ വാതായനങ്ങളിലേക്ക് കടന്നു ചെല്ലാനും അതിലൂടെ മാനസികമായും സാമൂഹികമായിട്ടും നമുക്ക് വളരെയധികം വളർച്ച നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വായനാ ദിനം ഉപയോഗപ്പെടുത്തണം. ഇതൊരു ദിനചര്യയായിക്കൊണ്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ് ഈ സന്ദർഭത്തിൽ എല്ലാവരോടും ഉണർത്താനുള്ളത്. ഞാൻ ഗ്രീൻ വാലി അക്കാദമി ഇസ്ലാമിക് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകൻ അബ്ദുൽ ഹമീദ് അൻവരി. ഇന്ന് വായനാ ദിനത്തിൽ ഞാനിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം മൗറിത്താനിയക്കാരനായ മുഹമ്മദ് മുഖ്താർ ഷൻഖൈറ്റിയുടെ കിഴക്കിൻ്റെ ഉദയവും പടിഞ്ഞാറിൻ്റെ പതനവും എന്ന പുസ്തകമാണ്. ഡോക്ടർ നഹാസ് മാളയാണിത് മൊഴിമാറ്റം നടത്തിയിട്ടുള്ളത്. ജിയോ പൊളിറ്റിക്സ്, അതുപോലെ ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ ശക്തികൾ, അവരുടെ പതനം അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ അത് സാധ്യമാണ് എന്ന ഒരു വർത്തമാനമാണ്, ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു വർത്തമാനമാണ് ഡോക്ടർ മുഹമ്മദ് മുഖ്താർ ഷൻഖൈറ്റി ഇതിൽ പറയുന്നത്. ഓരോ ഇസ്ലാമിക പ്രവർത്തകനും ഓരോ വിദ്യാർത്ഥികളും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ഹായ് ഓൾ, ഹാപ്പി റീഡിംഗ് ഡേ. ഈ ഒരു വായനാ ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് മിഷേൽ ഒബാമയുടെ ബിക്കമിങ് എന്നുള്ളൊരു പുസ്തകമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബുക്കാണിത്. മിഷേൽ ഒബാമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട്, അതായത് സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ വൈറ്റ് ഹൗസ് വരെ ഈ ഒരു ലേഡി എത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അവരുടെ ചൈൽഡ്ഹുഡ്, അതുപോലെ തന്നെ ഒബാമയായിട്ടുള്ള മാരേജ്, അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആഫ്റ്റർ മാരേജ് അവർക്കുണ്ടായ ഒരുപാട് ഇൻസൈറ്റുകൾ, ഇതൊക്കെ ഈ ഒരു പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ നിങ്ങളും ഇത് വായിക്കാൻ ശ്രമിക്കുക. എൻ്റെ പേര് ഹനീഫ. ഇന്ന് ലോക വായനാ ദിനമാണ്. വായനകൾക്കേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇന്ന് വായന വളരെ കുറഞ്ഞു പോയ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു പുതിയ പുസ്തകം വായിക്കാൻ തുടക്കം കുറിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഹമീദ കുത്തുബ് എഴുതിയിട്ടുള്ള യാത്രാമൊഴി എന്ന പുസ്തകം ഇന്നു മുതൽ ഞാൻ വായിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അറിവ് കരസ്ഥമാക്കാൻ ഇന്ന് ഈ ആധുനിക ലോകത്ത് പല വഴികൾ നമുക്കുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വഴിയാണ് വായന. വായന അറിവുകളുടെ പുതിയ ഒരു വാതിലുകൾ നമുക്ക് മുന്നിൽ തുറന്നു തരും. അതുപോലെ തന്നെ പുസ്തകങ്ങൾ നമുക്ക് പുതിയ അനുഭവങ്ങളും ആശയങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ചിന്താശേഷിയെ വളരെയധികം മൂർച്ചയുള്ളതാക്കുകയും നമ്മുടെ ഭാഷാ പാടവം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇന്നത്തെ ഈ ഒരു വായനാ ദിനത്തിൽ വായിക്കുക എന്നുള്ള ഒരു ശീലം നമുക്ക് ആർജിച്ചെടുക്കാം. എൻ്റെ പേര് മായൻകുട്ടി. ഇപ്പോൾ വായനാ ദിനമൊക്കെ ആയപ്പോൾ കുറച്ചേരം വായിക്കാൻ എഴുതി കുറച്ചേരിക്കുന്ന. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എസ് ഹരീസിൻ്റെ മീശ എന്ന ഒരു പുസ്തകമാണ് ഞാൻ വായിക്കാൻ തുടങ്ങുന്നത്. വായന അന്യം നിൽക്കുന്ന കാലത്ത് ഒരു വായനയ്ക്ക് വേണ്ടി ഒരു ദിവസം കണ്ടെത്തുകയും അത് ഒരു തുടർച്ചയായി കൊണ്ടുപോകണമെന്നും ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ടൊരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. പിന്നെ അറിയാത്തൊരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു. പിന്നെ ഇങ്ങനെ നമുക്കൊരു പീരീഡ് ഇതിനായിട്ട് തന്നതിന് ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പോൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതും. പിന്നെ ഒരു വിഷയത്തെ അവർക്ക് കൊടുത്താൽ അവർ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഏതൊരു വിഷയം കൊടുത്താലും
അവർക്കറിയില്ല എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഓരോ വിഷയാധിഷ്ഠിതമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഞാൻ സുക്കൂർ, ഇവിടുത്തെ കിച്ചണിലെ സ്റ്റാഫാണ്. പിന്നെ ഞാൻ വായിക്കുന്ന പുസ്തകം കമൽ റാം സജീവ്, പേര് ഇറാഖ് സദ്ദാം നവലോക അക്രമത്തിൻ്റെ ഇലകൾ. പിന്നെ ഇന്ന് ഞാൻ വായിക്കാനുള്ള കാരണം ജൂൺ 19 വായനാ ദിനമായതിൻ്റെ പേരിൽ ഇന്ന് നേരം കിട്ടാത്ത സമയത്ത് നേരം ഉണ്ടാക്കി വായിക്കുകയാണ്. മനുഷ്യൻ ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നത് പോലെ മനസ്സിന് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഭക്ഷണമാണ് വായന എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബെന്യാമിൻ ആടുജീവിതത്തിലൂടെ പറയുന്നത് പോലെ നമ്മൾ ജീവിക്കാത്ത ജീവിതമൊക്കെ നമുക്കൊരു കെട്ടുകഥകളായിരിക്കും. വായനയിലൂടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഒരുപാട് ജീവിതങ്ങളും നമ്മൾ മറ്റുള്ളവരുടെ ഒരുപാട് ജീവിതങ്ങളും മറ്റുള്ളവർ നമ്മുടെ കാണാത്ത കാഴ്ചപ്പാടുകളും കാണാൻ സാധിക്കും. എൻ്റെ പേര് മൊയ്തുട്ടി, ഞാൻ ഗ്രീൻ വാലി അക്കാഡമിയിലെ സ്റ്റാഫ്. ഇന്ന് ലോക വായനാ ദിനമായതുകൊണ്ട് വായനയിൽ ഞാനും പങ്കുചേരുന്നു. ഞാൻ വായിക്കുന്ന പുസ്തകം എം മുകുന്ദൻ എഴുതിയ മഴൈപ്പുയയുടെ തീരങ്ങളിൽ എന്ന പുസ്തകമാണ്. എല്ലാവർക്കും വായനാ ദിന ആശംസകൾ. എൻ്റെ പേര് സൂപ്പി ഈസ്റ്റ് വരാമ്പ്ര. ഞാൻ ഗ്രീൻ വാലിയിലെ സ്റ്റാഫാണ്. ഞാൻ ഇന്ന് ലോക വായനാ ദിനമാണ്. അതിൻ്റെ ഭാഗമായി ഞാനും ഇന്ന് ലൈബ്രറിയിൽ നിന്നൊരു ബുക്ക് എടുത്ത് വായിക്കാൻ തീരുമാനിച്ചു. സന്തോഷം.